നമ്മുടെ മനസ്സിന് വല്ലാത്ത വൈഭവമുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് വേണ്ടത്ര വിവേകവും വിശേഷബുദ്ധിയും ഒക്കെ ഉണ്ട് നമുക്ക്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിം അചഞ്ചലാം. ഇതാണ് വയസ്സായവരെപ്പോഴും പറയുക. അനായാസേന മരണം. ഒരു വിധത്തിലുള്ള ആയാസവും വിഷമവും ഇല്ലാതെ മരിക്കണം. എൻ്റെ പൂർവാശ്രമത്തിലെ അമ്മ, അവരുടെ അമ്മാമൻ, അവരൊക്കെ കുറേ സംസ്കൃതം വായിച്ച് രാമായണമൊക്കെ വായിച്ച് അങ്ങനെ ഉള്ള കൂട്ടരായിരുന്നു. അപ്പോൾ അമ്മയുടെ അമ്മാമൻ വയസ്സായി ഒരു ദിവസം അടയുണ്ടാക്കിയത്ര. എന്തടാ? ഇലയടയല്ല, ദോശമാതിരി ഒരു അടയുണ്ട്, പരിപ്പും കിരിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിരിക്കും. ഇത്തിരി കനത്തിലുണ്ടാക്കും, നല്ലോണം ഒന്ന് മൂക്കും ചെയ്യത്. ദോശമാതിരി ഇങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അടയുണ്ടാക്കി കൊടുത്തു. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പൊട്ടിച്ച് തിന്നു അത്രേ. തിന്നിട്ട് ഒരെണ്ണവും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് അടുക്കളയിലുള്ളവർ അത് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്ത അടിയിൽ അടുത്തെത്തുമ്പോഴേക്കും ടപ്പെന്നൊരു പോക്കം കഴിഞ്ഞു. നമ്മുടെ പുരുഷോത്തമ സ്വാമിജി തൃശ്ശൂരിലെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ടെലിഫോൺ വന്നു. ഞാൻ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഞാൻ വരാമെന്ന് പറഞ്ഞ് വരണ്ടാന്ന് പറഞ്ഞ് അന്ന് കാലത്ത് പോകാൻ പുറപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇന്ന് കാലത്ത് ഞാൻ സംസാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ബനിയൻ എടുത്തിടാൻ പുറപ്പെടുന്ന സമയത്ത് ബനിയൻ ചോദിച്ചു. അത് കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ടപ്പെന്ന് പോയി. അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ? അനായാസേന മരണം. ആ ഒരൊറ്റ വാക്കിൽ അല്ലെങ്കിൽ പദദ്വയത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. അനായാസേന മരണം, അനായാസേന മരണം, അനായാസേന മരണം, അനായാസേന മരണം. ആയാസമില്ലാത്ത മരണം. വിനാ ദൈന്യേന ജീവനം. ദീനതയില്ലാത്ത ജീവിതം. മനുഷ്യന് മാത്രമാണ് ഒരു വിശേഷപ്പെട്ട ശക്തി. എന്താ? എന്ത് വേണമോ, യോ യദിച്ഛതി തസ്യ തത്. ആരെന്ത് ഇച്ഛിക്കുന്നുവോ അവനതായിത്തീരും. അതിനാണ് നമ്മുടെ മനസ്സ്. ഏത് മനസ്സാണ് അങ്ങനെ ആവുക? ശുദ്ധ മനസ്സ്, കളങ്കമില്ലാത്ത മനസ്സ്, പരപീഡനം ചെയ്യാത്ത മനസ്സ്. ഒരൊറ്റ ആൾ വെറുതെ കുറ്റം പറയുകയോ ദ്രോഹിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. മനസാ വാചാ കർമ്മണ. മനസ്സുകൊണ്ട് ദ്രോഹിക്കരുത്, വാക്കുകൊണ്ട് ദ്രോഹിക്കരുത്. കെട്ടിയ ഭാര്യ ആയാലും ക്രമം വിട്ട് ശകാരിക്കാൻ അവകാശമില്ല. ഇല്ല. ഭർത്താവിന് നല്ലോണം ആലോചിച്ചോളൂ. എവിടുന്നോ പിടിച്ച് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വായ നിറച്ച് ശകാരിക്കുക. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല. ആര് തന്നു ഇതിനുള്ള അധികാരം? ക്രമം വിട്ട് മക്കളെ ആയാലും ശിക്ഷിക്കാനുള്ള അധികാരം അച്ഛനില്ല, അമ്മയ്ക്കും ഇല്ല. മക്കളിൽ കുട്ടികൾക്ക് ദോഷമുണ്ടാവാം. ആ കുട്ടികളെ നിങ്ങളറിയാതെ ചോദിക്കുന്നുണ്ടാവും, എൻ്റെ അച്ഛ, എൻ്റെ അമ്മേ, എന്നെ ഇങ്ങനെ വായ നിറച്ച് കുറ്റം പറയുന്നുണ്ടല്ലോ, എനിക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞ്. കുറേ ദോഷമില്ലാതെ ഗുണമുള്ള മകനെ എന്താ പ്രസവിക്കാത്തത് നിങ്ങൾ? എന്നിലുള്ള ദോഷം ഞാൻ പിടിച്ചു വലിച്ച് കാറ്റിന്ന് എടുത്തതാ. ദോഷവൃത്തി മനസ്സിൽ എങ്ങനെ ഉണ്ടായി? എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? സമ്പാദിച്ചിട്ടുണ്ടോ? എൻ്റെ തലച്ചോറ് ഞാൻ രൂപപ്പെടുത്തിയതാണോ? എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ഉദിക്കുന്ന വൃത്തികൾക്ക് ഞാനാണോ ഉടമസ്ഥൻ? അപ്പോൾ എൻ്റെ കുട്ടി നന്നായില്ല എന്ന് പറയുമ്പോൾ ആരുടെ നെഞ്ഞത്താണ് കൈവയ്ക്കേണ്ടത്? മറുപടി പറയണപ്പാ. ക്രമം വിട്ടൊരൊറ്റ കാര്യം ചെയ്യാൻ പാടില്ല. പരപീഡനം പാടില്ല. പരോപദ്രവം തീരെ തെറ്റ്. എല്ലാവരും നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നതല്ലാതെ ആരും നശിക്കട്ടെ എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാവരുത്. അതാണ് ശുദ്ധി, അതാണ് പവിത്രത. അങ്ങനെ പവിത്രമായ ഒരു മനസ്സുണ്ടെങ്കിൽ ആ ആൾ കഷ്ടപ്പെടാതെ പോകും.
പറഞ്ഞോളൂ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹി മേ കൃപയാ ശംഭോ ത്വയി ഭക്തിമചഞ്ചല.